ടാക്സ് ഓഡിറ്റിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് November 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് December 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പല കമ്പനികളുടെ ഡാറ്റയിലും പല മിസ്മാച്ചുകളും വന്നിട്ടുണ്ട്. അഥവാ ബാങ്ക് റീകൺസിൽ ചെയ്യുന്ന ടൈമിൽ അവരുടെ സെയിൽ വരുന്നത് എക്സാമ്പിൾ ഒരു 1 CR ആണ്. ഇവരെ ബാങ്ക് അക്കൗണ്ടിൽ റെസിപ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1.4 CR, എക്സാക്ട് പറയാന്നുണ്ടെങ്കിൽ 40 lakh എബോ ബാങ്ക് റെസിപ്റ്റ് ഇവർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ 40 lakh ഇങ്ങനെ വന്നത്. അപ്പൊ അവർ പറയാണ് ഞങ്ങൾക്ക് കടം തരാനുള്ള ആൾക്കാരുണ്ടായി, എനിക്ക് പേഴ്സണലി തരാനുള്ളത്. അപ്പൊ ഞാൻ കമ്പനി അക്കൗണ്ടിൽ ഇടിപ്പിച്ചിട്ട് എന്റെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നാണ്. പല ആൾക്കാരും നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അഡ്വാൻസ് പേയ്മെന്റ് ആണ്. പിന്നെ ലോൺ ആയിട്ട് തന്നവരുണ്ട്. ഇതൊന്നും ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവരെ ടേൺ ഓവർ കഴിഞ്ഞ പ്രാവശ്യം ഓടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല. ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ മന്ത്ലി ഫസ്റ്റ് ഡേ April 1 to March 31 വരെ അല്ല ഓരോ മന്ത്ലി സെപ്പറേറ്റ് ഡാറ്റ എടുത്ത് ഓരോ റീകൺസിലേഷനും കറക്റ്റ് ചെയ്ത് വേണം നമുക്ക് വരാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് പെനാൽറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ലാബിൽ നമുക്ക് എന്തെയില്ല ഓഡിറ്റ് റിപ്പോർട്ടിലൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ കഴിയൂല. ഇങ്ങനെ ആകുമ്പോൾ ഒരു ഡാറ്റ ഇവരുടെ അടുത്തില്ല. ജസ്റ്റ് ഇവർ പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് വെച്ചിട്ടൊന്നും ടാക്സ് ഓഡിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റൂല. പ്രോപ്പർ റെക്കോർഡ്സ് ഇല്ലാതെ ഒരു ടാക്സ് ഓഡിറ്റ് കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ വണ്ടിച്ചില്ല ഓരോ മന്ത്ലിയും ഇതിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഓഡിറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി നമ്മൾ റിപ്പോർട്ട് എടുത്തിട്ട് ആ റിപ്പോർട്ട് ബാങ്ക് റീകൺസിലേഷൻ ആണെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ, അവരുടെ സെയിൽസ്, പർച്ചേസ്, പേബിൾ, റെസീബിൾ ഒക്കെ നമ്മൾ മന്ത്ലി നോക്കിയിട്ട് മന്ത്ലി ക്ലോസ് ചെയ്ത് നമ്മൾ പോയിരിക്കണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഓഡിറ്റ് അടുത്ത വർഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓരോ മന്ത്ലി നിങ്ങളത് പ്രോപ്പർ ചെയ്ത് പോകണം. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു കറക്ഷന് കഴിഞ്ഞ മാസം ഉണ്ടെങ്കിൽ പിറ്റത്തെ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ March 31 കഴിഞ്ഞ സംഭവം പോയിട്ട് നമുക്ക് ഈ ടൈമിൽ, അതായത് ഇപ്പൊ എന്താണ് ലാസ്റ്റ് നവംബർ ടൈമായി, ഈ സമയത്ത് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ ബോധേഡായിരിക്കുക. ടാക്സ് ഓഡിറ്റ് വരുന്നവർ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ്സ് കീപ്പ് ചെയ്തിരിക്കണം. കൂടുതൽ അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ് അല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.